നമസ്കാരം. ഈ പ്രതിഭാസകവും പരിപാടിയിൽ എന്ത് പരിപാടി അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്? ഞാൻ അങ്ങനെയൊന്നുമില്ല, എനിക്ക് അങ്ങനെയൊന്നുമില്ല. ഞാൻ എന്തും ചെയ്യും. ഇപ്പൊ കൂടുതലായിട്ട് പ്രതിഭാസകവും പരിപാടിയിൽ കണ്ടുവരുന്നത് സിനിമാ താരങ്ങളുടെ ശബ്ദവും രൂപവും ഭാവവും ഒക്കെയാണ്. അപ്പൊ ആരെയാണ് ആദ്യം അനുകരിക്കാൻ പോകുന്നത്? ആദ്യം ആരെന്ന് സാറ് പറഞ്ഞാൽ മതി. ഓക്കെ, ആദ്യമായിട്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാം. നരേന്ദ്രപ്രസാദ്, മലയാള സിനിമയുടെ നിരവധി നല്ല കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് മൺമറഞ്ഞു പോയ നരേന്ദ്രപ്രസാദിനെ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം. നരേന്ദ്രപ്രസാദ് പഠിക്കാൻ വേണ്ടിയിട്ട് വളരെ ഈസിയാണ്. അതായത് ഈ നാരങ്ങ ഒന്ന് പുഴിഞ്ഞാൻ പഠിച്ചാൽ മതി. 2 നാരങ്ങ എടുക്കുക, കയ്യിൽ വെക്കുക, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എറിഞ്ഞ് പിടിക്കണം. കണ്ട ഇതിന്റെ മുന്നിലിരിക്കുന്ന ആൾക്കാരെയൊക്കെ അസലായിട്ട് കൊഞ്ഞനം കുത്തണം. അതൊക്കെ എല്ലാം ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് ആ വെട്ടുപോലും കഴിഞ്ഞിട്ട് നേരെ വന്നു കഴിഞ്ഞാൽ കറക്റ്റ് നരേന്ദ്രപ്രസാദ് ആവും. 16 കൊല്ലം മുമ്പ് നെറ്റി പിളർന്ന് ചോര വീണ പുഴക്കരയിലെ പൂഴിമണ്ണുവാരെ കയ്യിലെടുത്ത് ഈ അപ്പനൊരു പ്രതിജ്ഞ എടുത്തിരുന്നു. അത് മാറ്റാൻ സൂര്യൻ പടിഞ്ഞാറ് മുതിച്ചു തുടങ്ങിയിട്ടില്ലല്ലോ. കണിമംഗലം കോവിലകത്തിന്റെ നാശം പൂർണ്ണമാകട്ടെ, അതിന്റെ മേൽക്കൂർ നിലമൊത്തട്ടെ എന്നിട്ട് അനുകരിക്കാം. മാപ്പന്റെ വാക്ക് മാറ്റുന്ന കാര്യം ഇനി എനിക്കൊന്നും പറയാനില്ല. കേൾക്കാനും ആയുഷിനു വേണ്ടി ഉറക്കെ പ്രാർത്ഥിച്ചുകൊള്ളുക. ആയുഷ്മാൻ ഭവ. അടിപൊളി. താങ്ക് യു. ഇനി അടുത്തത് നമ്മുടെ മധുസാറില്ലേ? മധുസാറിനെ പഠിക്കാൻ വളരെ ഈസിയാണ്. സൈക്കിൾ വെട്ടാൻ പഠിച്ചാൽ മാത്രം മതി. എല്ലാവർക്കും അറിയാം. സൈക്കിൾ എന്ന് പറഞ്ഞാൽ കാലുകൊണ്ടല്ല, കൈകൊണ്ട്. സൈക്കിള് വെട്ടി നിർത്തുക, റിവേഴ്സ് കറക്കുക, ഇടയ്ക്കിടയ്ക്ക് ഭാവാഭിനയം പൊട്ടി വിരിയുന്ന കാണാം. എന്താ നോക്കിയോ, കണ്ട വന്നിറങ്ങണ കണ്ട വന്ന് തള്ളിയിട്ട് പോയത് കണ്ട. ഇനി പ്രശസ്തമായ ഡയലോഗ്. രാഘവ, എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ആ കല്യാണിയമ്മയുടെ മകൾ രാജലക്ഷ്മിയുമായി നിനക്ക് എന്താടാ ബന്ധം? ചോദിച്ചത് കേട്ടില്ലേ? പ്രേമമെന്നും മണ്ണാങ്കട്ടെന്നും പറഞ്ഞ് അവളുടെ പുറകെ നടന്നിട്ട് ഒടുവിലെല്ലാം കഴിഞ്ഞപ്പോൾ നിനക്കുള്ള വേണ്ടതായി. ഇല്ലടാ പട്ടി, പൊക്കോന്റെ മുമ്പിന് പോകാൻ എന്ന് പറഞ്ഞതിന് ശേഷം സൈഡിൽ നിന്ന് കുറച്ച് ഭാവാവിനെയും വാരി വിതറ. അത് നമുക്കുള്ളതല്ല, നാട്ടുകാർക്കുള്ളതാണ്. പോകാൻ, അതിനുശേഷം തിരിയൂ. അപ്പൊ ഇനി നമ്മുടെ മെഗാതാരം മമ്മൂട്ടി മോഹൻലാലിനൊക്കെ ഇപ്പൊ എല്ലാവരും ചെയ്തിട്ടുള്ളതാണ്. ലാലേട്ടനെ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇടത്തെ തോള് 90 ഡിഗ്രി ചരിഞ്ഞിരിക്കണം. ലാലേട്ടനെ പഠിക്കാൻ വളരെ ഈസിയാണ്. 90 ഡിഗ്രി ചരിഞ്ഞിട്ട് ഒരു ഫുട്ബോൾ, അത് ബാള് ഇവിടെ ഉണ്ടെന്ന് സങ്കല്പിക്കുക, തട്ടിത്തെറിപ്പിക്കുക. അതാ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ലാലേട്ടന്റെ ആക്ഷൻ റെഡിയായി. പിന്നെ വരുന്ന ഡയലോഗ്, ശേഖര, ഞാനെല്ലാം മറക്കാൻ ശ്രമിക്കുകയാണ്. നീ അനുകൂലമാക്കിയ അതേ ഉത്സവം ഇത്രയും പുരുഷാരവ് നോക്കി നിൽക്കേ, ഞാൻ നിന്നെ തല്ലാൻ പോവാ. ഇത് കഴിഞ്ഞിട്ട് പിന്നെ മമ്മൂക്ക വരുമ്പോ അറിയാലോ, ഷൂ ഒക്കെ ക്ലിയർ ആയിട്ട് ഇട്ടിട്ട് 2 കൈ ബാക്ക് പിടിക്കുക, അസലായിട്ട് വരിക. ഫസ്റ്റ് ഡയലോഗിന് തന്നെ ഇടത്തെ കുത്ത്, അതായത് ഇവിടെ 2 ഇഷ്ടിക വെച്ചേക്കും, നടുക്ക് ചാന്തിട്ട് നിറയ്ക്കുക. 2ാമത്തെ ഡയലോഗിന് വലത്തെ സൈഡിൽ ചാന്ത് ഇറക്കണം. സെന്റ് ഡയലോഗ് പറയുമ്പോൾ മാത്രമേ 2 കൈയും കൊണ്ട് നിറയ്ക്കണം. കാരണം ഇത് മൈക്കാടല്ല, അടങ്കലാണ്. പിന്നെ പ്രശസ്തമായ ഡയലോഗ്, ഏത് ഡയലോഗ് വേണമെന്ന് പറഞ്ഞാൽ മതി. ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ. ഇരുമ്പാണ് തട്ടി മുളയാണ് വെച്ച് പൊൻകാരം കൊണ്ട് ചുരുക വിളക്കാൻ കൊല്ലന് 16 പൊന്മണം കൊടുത്തവൻ ചന്തു. മാറ്റം ചോദിച്ചപ്പോ മറന്നു കുറഞ്ഞ് കളവ് പറഞ്ഞു ചന്തു. ഞരമ്പെല്ലാം വലിഞ്ഞു മുറുകി പൊട്ടണം, ആ രീതിയിലായിരിക്കണം. പിന്നെ ഇത് കഴിഞ്ഞാൽ സുരേഷ് ഗോപിയെ മമ്മൂട്ടി മോഹൻലാൽ അറിയാമെങ്കിൽ വളരെ ഈസിയാണ് സുരേഷ് ഗോപിയെ ഇമിറ്റേറ്റ് ചെയ്യാൻ. മമ്മൂട്ടി മോഹൻലാൽ, ഇത് സ്പീഡാക്കിയാൽ മാത്രം മതി. അത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. മമ്മൂട്ടി മോഹൻലാൽ, ഇടയ്ക്ക് ചാണകം കൂടെ അത് അഡ്ജസ്റ്റ് ചെയ്ത് ടൈമിങ്ങിന് ചവിട്ടണം. നോക്കിയോ, മമ്മൂട്ടി മോഹൻലാൽ കണ്ട, ഇതെല്ലാം കൂടെ കൂടിയതാണ്. ഇനി എന്ത് ചോദിച്ചാലും വേണ്ട എന്നും കൂടെ പറഞ്ഞേക്കണം, അപ്പോഴേ കറക്റ്റ് ഫിഗറും വരും. ബിരിയാണി വേണോ? വേണ്ട. മട്ടൺ വേണ്ട. ചിക്കൻ വേണ്ട. ബീഫ് വേണ്ട. അടിപൊളി. അപ്പൊ ഇനി അടുത്തത് 2 പെഗ് എടുക്കട്ടെ. സോഡ വേണ്ട. അടിപൊളി. ഇതുപോലെ ഇത്ര മതി സുരേഷ് ഗോപി. ഓക്കെ. ഈ ബിന്ദു പണിക്കരുടെ ശബ്ദം ഭയങ്കരമായിട്ട് അനുകരിക്കുന്നത്. ബിന്ദു പണിക്കർ, ഏടാ അശോക, എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോ എനിക്കായിരുന്നു ക്ലാസ്സിൽ ഫസ്റ്റ്. പക്ഷെ റിസൾട്ട് വന്നപ്പോ ഞാൻ തോറ്റു. അതെങ്ങനെ? അവറ്റങ്ങൾക്ക് എന്നോട് സ്നേഹമില്ലല്ലോ. താങ്ക് യു. അടിപൊളി. ഇനി ആരെയാ വേണ്ടത്?
നസീറിനെ ചെയ്യാൻ വളരെ ഈസിയാണ്. അതായത് പുള്ളിക്ക് ഈ ചാണകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീക്ക്നെസ് ആണ്. ചാണകം കണ്ടു കഴിഞ്ഞാൽ അപ്പൊ കയറി ചവിട്ടും. അതുകൊണ്ട് നടന്നു വരുമ്പോ ഏതൊരു വ്യക്തിക്ക് ഈസി ആയിട്ട് പഠിക്കാം. ഞാൻ നടന്നു വരുമ്പോ ദേ ചാണകത്തിൽ ചവിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് പ്രൈം നസീർ ആവും. ഓഹോ നോക്കിയോണ്ടേ. ഓക്കെ റെഡി. ഓഹോ നോക്കിയോണ്ടേ. ഓക്കെ റെഡി. ചാണകത്തിൽ ചവിട്ടി. ആരെങ്കിലും വിളിക്കുന്നതാണ് ഒന്ന് ഇളക്കി തരുമെന്ന്. ആരും വന്നില്ലെങ്കിൽ സ്വന്തമായിട്ട് ഇളക്കാൻ ശ്രമിക്കുക. അപ്പോഴത്തേക്ക് കറക്റ്റ് പുള്ളിയുടെ ഡാൻസും ആവും. അടിപൊളി. ഇത്രേ ഉള്ളൂ. ഈ ചാണകം ഇളക്കാൻ ശ്രമിക്കുക, പുള്ളിയുടെ ഡാൻസ് ആവും. അപ്പോ എനിക്ക് വേറൊരു സംശയം. നമ്മുടെ ഈ ഇന്ത്യൻ സിനിമയിലെ ഒരു ഉലകനായകനല്ല, നമ്മുടെ ഈ നടന ഇതിഹാസം എന്നൊക്കെ പറയില്ലേ, നമ്മുടെ ആരാ? രജനീകാന്ത്. സൂപ്പർ സ്റ്റാർ രജനീകാന്ത് എങ്ങനെയാണ്? രജനീകാന്തിന് ചാണകം എന്ന് പറഞ്ഞാലേ പേടിയാണ്. പേടിപ്പിച്ചാൽ മതി. ഇതേ ചാണകമുണ്ട് എന്ന് പേടിപ്പിച്ചാൽ മതി, രജനീകാന്തായി മാറും. നോക്കിയോളൂ. നടന്നു വരുമ്പോ ഇതേ ചാണകം ഉണ്ടെന്ന് പേടിപ്പിച്ചോളൂ. ഓക്കെ. ഇത്രേ ഉള്ളു രജനീകാന്ത്. ഇനി സത്യം ഭാഷ പഠിക്കാൻ വളരെ ഈസിയാണ്. നമ്മുടെ കോട്ടിട്ട് ചില ആൾക്കാരൊക്കെ വന്നിരിക്കും, ബഹുമാന്യരായ ചില ആൾക്കാരൊക്കെ കോട്ടിട്ടുണ്ട്, വളരെ എക്സിക്യൂട്ടീവ് സ്റ്റൈല്. അവര് തന്നെ കോട്ടൊക്കെ സൂട്ടൊക്കെ ഇട്ടിട്ട് മീൻ പിടിക്കാൻ പോയി കഴിഞ്ഞാൽ കറക്റ്റ് സത്യമാഷാവും. ശ്രദ്ധിച്ചാൽ മതി. കോട്ട് സൂട്ടൊക്കെ ഇൻഷർട്ട് ചെയ്തിട്ട് മീൻ പിടിക്കാനായിട്ട് ഒരു വ്യക്തി ഇതാ ഇവിടെ നിൽക്കുകയാണ്. കുളത്തിലേക്ക് ചൂണ്ടയിട്ടേക്കാണ്. ഈ ചൂണ്ടയ്ക്ക് ഇടയ്ക്ക് മീൻ കൊത്തിക്കൊണ്ടു. ഇതാ നോക്കിയോ, ഇപ്പൊ സത്യമാഷാവും. കൈകളുടെ സംഭരം. ഇനി രണ്ട് കൈയിലും ചൂണ്ടയിടുമ്പോ കറക്റ്റ് സത്യമാഷായി മാറും. നടത്തയെല്ലാം അമ്മ ഫുൾ കട്ടിങ്സ് ആണ്. ഇനി ആരാ വേണ്ടത്? ഇനിയിപ്പോ വെറൈറ്റി ആയിട്ട് ആരെ ചെയ്യാൻ പറ്റും? ആരെ നിങ്ങൾക്ക് ആരെ വേണമെന്ന് പറഞ്ഞാൽ ചെയ്യാം. യുവർ ചോയ്സ്. ജോസ് പ്രകാശ്. ഹലോ മിസ്റ്റർ, ഹൗ ആർ യു? താങ്കൾ പറയുന്ന കാര്യങ്ങൾ എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഹാപ്പി റംസാൻ, ഹാപ്പി ഈദ് മുബാറക്. ജഗതി. എന്തുവാണ് ഇവിടെ വെട്ട വിളിച്ചൊന്നുമില്ലേ? ഇതാണോ ക്രിക്കറ്റ് കളി? ഒരുത്ത ബാളെടുത്തെറിയുന്നു, മറ്റവൻ അടിച്ചു കളയുന്നു. അടിച്ചു കളയാനാണെങ്കിൽ പിന്നെ എന്തിനാണ് പുല്ല് കളിക്കുന്നത്? അറിയാ. അടിപൊളി, സൂപ്പർ. അടുത്തൊരു വെറൈറ്റി ആയിട്ട് എന്താണ് എനിക്ക് അറിയണം. ഈ ആരെ? മാമുക്കോയോ? സുരാജ്. തള്ള എന്തൊരു വിളക്കണേ, ഇതെന്തൊരു പൊടുത്തോടിക്കണേ എന്റെ കുഞ്ഞന്മാരെ മാപ്പിള. ഓക്കെ. അപ്പൊ ഏതായാലും നമുക്ക് ഇത്രയും നേരം സുരാജ് ഇവിടെ കിടന്ന് പണിയെടുത്തല്ലേ, സുരാജിനൊരു പണി കൊടുക്കാം നമുക്ക്. ഏതായാലും അടുത്തത് ഞാൻ ഒരു താരത്തെ പറയാതെ അനുകരിക്കില്ലേ എന്ന് നോക്കാം. മലയാള സിനിമയിൽ വന്നൊരു യുവതാരമാണ്. ഈ അടുത്ത കാലത്ത് പൃഥ്വിരാജ്, കുഞ്ചാക്കോ ബോബൻ തുടങ്ങിയ മേഖലകളിൽ ശ്രദ്ധിക്കപ്പെട്ടു പോയൊരു താരം. ആരാണ്? ആ ജയസൂര്യനെ ഒന്ന് പറയിപ്പിക്കാൻ നോക്കാം. ജയസൂര്യയുടെ ശബ്ദം ഒന്ന് നീരിച്ച്. അയ്യോ എന്തൊരു ചിരി. ജയസൂര്യൻ അങ്ങ് പണഞ്ഞു കൊടുത്ത്. ഇനിയിപ്പോ ബാക്കിയുള്ള നെല്ല് ചെയ്യാനുള്ളത്. അല്ല, ഒന്ന് അനുകരിക്കും. അല്ല, ഇവിടെ ഇരിക്കുന്ന ഫ്രണ്ട് ജയസൂണിയ നിങ്ങളങ്ങ് പണഞ്ഞ്. ഇനിയിപ്പോ നമ്മളാ ചെയ്യാനുള്ളത്. അല്ല, ബാക്കിയുള്ള എല്ലാവരുടെയും ശബ്ദം അനുകരിച്ച് കേട്ടിട്ടുണ്ട്. മോഹൻലാൽ, മമ്മൂട്ടി, ജയറാം, സുരേഷ് ഗോപി, ദിലീപ് വരെ അനുകരിച്ച് കേട്ടിട്ടുണ്ട്. അപ്പൊ നീയും പ്രശാന്ത്, നീയും കൂടെ അവരുടെ സൈഡിലേക്കാണ്. അല്ല, എനിക്കിതൊന്ന് കേൾക്കണം. ഇത് കേട്ടാലേ എനിക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. മോഹൻലാൽ, മമ്മൂട്ടി, സുരേഷ് ഗോപി ഞാൻ പഠിച്ചു. ജയസൂര്യ നിനക്ക് വെച്ചിട്ടുണ്ട്. കൂടെ വന്നിട്ട് എന്നെ പണി തരണേ. എന്തിര്? ഇതാണ് ജയസൂര്യ. ഇതൊക്കെ കേട്ടാ മതി. ഇത് ഊമ പെണ്ണിന് ഉരിയാടാ പയ്യ എന്ന സിനിമയിലെ ജയസൂര്യയുടെ സൗണ്ടാ. നമ്മക്കിട്ടാ പണി. പോയ